കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റും, അത്രയും എളുപ്പമാണ്. മാത്രമല്ല നമ്മളിതിൽ മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഒട്ടും മനസ്സിലാകുക പോലും ഇല്ല. മൈദ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ബ്രൗണി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 9 ഇഞ്ച് നീളവും വീതിയുള്ള ഒരു സ്ക്വയർ പാനാണ്. ഇതിന് പകരം ഇതേ വലുപ്പത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ റൗണ്ട് പാനായാലും കുഴപ്പമില്ല. ഈ ഒരു വലുപ്പത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു അളവിന് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 200 ഗ്രാം ചോക്ലേറ്റാണ്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സോസ് പാനിലോട്ട് 200 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. അപ്പോൾ ബട്ടർ മുഴുവനും മെൽറ്റായി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ബട്ടർ ബ്രൗൺ കളറാവാൻ പാടില്ല കേട്ടോ. നല്ലതുപോലെ ചൂടാവാൻ മാത്രമേ പാടുള്ളൂ, ബ്രൗൺ കളറാക്കി എടുക്കരുത്. നല്ലതുപോലെ ചൂടായ ബട്ടറിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്രയും കൂടി ചേർക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം ഇത് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇനി ഇത് ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല. ഒരു ചൂടിൽ കിടന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ചൂടുള്ള ബട്ടറിലോട്ട് ചോക്ലേറ്റ് ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൊക്കോ പൗഡറും സൺഫ്ലവർ ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചോക്ലേറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് മുഴുവനും മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അഗാരോ OTG ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബ്രൗണി ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അഗാരോ OTG ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്ക്, ബ്രൗണി ഒക്കെ ബേക്ക് ചെയ്തെടുക്കാനും അതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊരു 25 ലിറ്ററിൻ്റെ അഗാരോ OTG ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തു. പിന്നെ ബേക്ക് ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, താഴെ മാത്രം ഹീറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ. പിന്നെ 180 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും അഗാരോ OTGയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രൗണിയുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലോട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. ബ്രൗൺ ഷുഗർ ഞാൻ ഡാർക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ലൈറ്റ് ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാം. ബ്രൗൺ ഷുഗർ അഥവാ കയ്യിലില്ലെങ്കിൽ അതിൻ്റെ അളവിനും കൂടി അനുസരിച്ച് സാധാരണ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതാണ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ അഥവാ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ അതിനും കൂടി അനുസരിച്ച് പൊടിച്ച പഞ്ചസാര എടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബട്ടർ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത്. സോൾട്ടി ബട്ടർ ആണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ചോക്ലേറ്റ് മിക്സും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. കേക്കിൽ ചേർക്കുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് തന്നെ 3ഉം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 വലിയ മുട്ടയാണ് കേട്ടോ. ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നല്ല ലാർജ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം, വീറ്റ് പൗഡർ. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നതും അരിച്ചിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 1/2 കപ്പ് വീറ്റ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീറ്റ് പൗഡറിന് പകരം മൈദയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ഞാൻ കുറച്ച്
ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അതിങ്ങനെ മെൽറ്റായിട്ട് നമുക്ക് ബ്രൗണിയുടെ ഇടയിൽ ഒന്ന് കടിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ബേക്കിംഗ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഒഴിക്കുമ്പം ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, ഇത്രയും ഒരു തിക്നെസ്സിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അഥവാ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് കിട്ടണം. ഒരുപാട് ലൂസാവാൻ പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ ആ ഒരു പാകത്തിൽ കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഓവനിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ടെമ്പറേച്ചർ ഒന്നും മാറ്റി കൊടുക്കണ്ട. 180 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ഓപ്ഷനിൽ തന്നെ വെക്കുക. ടെമ്പറേച്ചർ 180 ഡിഗ്രി തന്നെ വെക്കുക. ടൈം 30 മിനിറ്റിലോട്ട് മാറ്റി കൊടുക്കുക. 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത്രയും സമയം കൊണ്ട് ഇത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ചില ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഒരു 2-3 മിനിറ്റൊക്കെ മാറിയെന്ന് വരാം. എന്നാലും സാധാരണയായിട്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ OTG ഓഫായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഞാനിത് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്നും നോക്കുന്നില്ല, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കറിയാം 30 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓവനിൽ വെക്കുമ്പോൾ നിങ്ങളൊരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ 30 മിനിറ്റിൽ കുറച്ച് കൂടുതൽ 2-3 മിനിറ്റൊക്കെ കൂടുതൽ എടുക്കാനും സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓവൻ്റെ ഇതിനനുസരിച്ചായിരിക്കും. എൻ്റെ ഈ ഒരു അഗാരോ ഓവനിൽ 30 മിനിറ്റ് കൊണ്ടാണ് ഇത് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ, റൂം ടെമ്പറേച്ചറിലായപ്പോഴാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുകളിൽ വെറുതെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാൾനട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ബ്രൗണിയിൽ നട്ട്സ് ഇഷ്ടമാവണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷം മുകളിൽ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുക മാത്രം ചെയ്തത്. ഈ ഒരു ബ്രൗണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ വീറ്റ് പൗഡർ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്